വിശുദ്ധ ജോൺ മരിയ വിയാനി. വിശുദ്ധ ജോൺ മരിയ വിയാനി ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാഡ്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി ജനിച്ചു. മാതാപിതാക്കന്മാർ ഭക്തരായ കർഷകരായിരുന്നു. മതാഭ്യാസനം മർദ്ദന വിധേയമായിരുന്ന കാലത്താണ് ജോൺ വിയാനിയുടെ ബാല്യവും യൗവനവും. രാത്രിയാണ് വൈദികർ ഉപദേശവും മറ്റും നൽകിയിരുന്നത്. ജോണിന് 20 വയസ്സുള്ളപ്പോൾ ആബെ ബേലിയുടെ സ്കൂളിൽ അവൻ പഠിച്ചു. ലത്തീൻ ഭാഷ ജോണിന് തീർത്തും ദുഷ്കരമായിരുന്നു. നെപ്പോളിയന്റെ നിർബന്ധിത സൈനിക സേവനത്തെ മറികടന്ന് നോവയിൽ 1 വർഷം കുട്ടികളെ പഠിപ്പിച്ചു. 1810 ജോൺ തന്റെ കുടുംബാവകാശം സ്വസഹോദരൻ ഫ്രാൻസിസിന് വിട്ടുകൊടുത്തു. ജോണിന് പകരം ഫ്രാൻസിസ് സൈനിക സേവനം നിർവഹിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ആബെ ബേലിയുടെ സ്കൂളിൽ കുറെ നാൾ കൂടി പഠിച്ചതിനു ശേഷം 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. 1815 ആഗസ്റ്റ് 13 ജോണിന് പട്ടം കൊടുത്ത് ആഴ്സിലെ വികാരിയായി. കുമ്പസാരവും കുർബാനയുമില്ലാതെ ഡാൻസും മദ്യവുമായി കഴിഞ്ഞിരുന്ന ആഴ്സ് ഒരു അനുതാപ കേന്ദ്രമായി. മണിക്കൂറുകളോളം ഫാദർ വിയാനി കുമ്പസാരക്കൂട്ടിൽ ചെലവിടുമായിരുന്നു. ഭക്ഷണം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവുമായിരുന്നു. ആഴ്സിലെ മാനസാന്തരങ്ങൾ കണ്ട് പ്രകോപിതരായ പിശാചുക്കൾ ഫാദർ ജോണിന്റെ കട്ടിലിന് തീ വയ്ക്കുകയുണ്ടായി. 20 വർഷത്തിനിടയ്ക്ക് 20 ലക്ഷം പാപികൾ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശം വാങ്ങിയിട്ടുണ്ട്. ഫ്രഞ്ച് ഗവൺമെന്റ് അദ്ദേഹത്തിന് മാടമ്പി സ്ഥാനം നൽകി. പ്രായശ്ചിത്തം കൊണ്ട് ശരീരം തീരെ മെലിഞ്ഞിരുന്നുവെങ്കിലും നേത്രങ്ങൾ അവസാനം വരെ ദൈവസ്നേഹത്തെ പ്രതിബിംബിച്ചിരുന്നു. കാര്യമായ രോഗങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചത്തെ ആലസ്യത്തിന് ശേഷം 73-ാമത്തെ വയസ്സിൽ 1859 ആഗസ്റ്റ് 4 അദ്ദേഹം ദിവംഗതനായി. 1925 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു.